أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയ മോനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ നാം ഏവരെയും. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെടുക്കുന്ന വീഡിയോ 231. 230 വരെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അവസാനം ചെയ്തത് 164 മുതൽ 230 വരെയുള്ള വീഡിയോകൾ ഒന്നാം ജുസ് മാത്രമാണ്. 164 മുതൽ 230 വരെ. നബ സൂറത്ത് മുതൽക്ക് നാസ് സൂറത്ത് വരെയുള്ള ചെറിയ സൂറത്തുകളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇത് നിസ്കാരത്തിൽ എല്ലാവർക്കും ഉപകരിക്കുമാർ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിസ്കാരത്തിൽ വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം അനുസരിച്ചാണ് ഇടയ്ക്ക് വെച്ചിട്ട് സൂറത്ത് നബ മുതൽ നാസ് സൂറത്ത് വരെയുള്ള വീഡിയോകൾ ചെയ്യാൻ കാരണം. അപ്പം അത് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞു. ഒരു ജ്യൂസ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോകൾ 164 വരെ എടുത്തിട്ടുള്ളത് യാസീൻ സൂറത്ത് മുതൽക്ക് തുടങ്ങി മറിയം സൂറത്ത്, അൽ കഹ്ഫ് സൂറത്ത്, ത്വാഹ സൂറത്ത്, ഇങ്ങനെ പല സൂറത്തുകളും കുറേ വീഡിയോകൾ മറ്റു ചില ഫിഖ്ഹിയായ മസ്അലകളും എല്ലാം ആണ് 164 വരെയുള്ള വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ വീഡിയോകളെല്ലാം ചെക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാ വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത എല്ലാ വീഡിയോകളും കാണാൻ കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെടും. തന്നെയല്ല, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇൽമ പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പറയാനുള്ളത് പോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങളിൽ വെച്ച് ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉള്ളതാണ്. അപ്പോൾ ഇത് വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. അള്ളാഹു ആ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുവാൻ, ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുവാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. ഞാൻ ഈ അൽ ബഖറ സൂറത്താണ് ഈ 231 വീഡിയോയിൽ എടുക്കുന്നത്. അൽ ബഖറ സൂറത്ത് 1 മുതൽ ആയത്ത് 1 മുതൽ 286 ആയത്തുകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. 286 ആയത്തുകളുണ്ട്. ഓരോ വീഡിയോകളും 30 മിനിറ്റ്, മാക്സിമം 30 മിനിറ്റിൽ കൂടാത്ത വീഡിയോകളാവും. 30 മിനിറ്റും അതിൻ്റെ താഴെ. അപ്പോൾ അതിനനുസരിച്ച് ആയത്തുകളുടെ എണ്ണം കുറക്കും. അധികം വിശദീകരണമില്ലാത്ത ആയത്തുകളാണെങ്കിൽ 5 ആയത്ത് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ അൽ ബഖറ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതേ തർത്തീബിൽ ഇങ്ങനെ പോകും. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഖുർആൻ അവസാനിക്കുന്നത് വരെ നമ്മൾ ഈ ഉദ്യമം, ഈ ശ്രമങ്ങൾ നടക്കുക തന്നെ ചെയ്യും അവസാനം വരെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ അൽ ബഖറയിലെ ആദ്യത്തെ ആയത്താണ് ഇപ്പോൾ വായിക്കാൻ പോണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം
മീം. ഒന്നാമത്തെ ആയത്താണ് അലിഫ് ലാം മീം എന്നുള്ളത്. രണ്ടാമത്തെ ആയത്ത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ രണ്ടായത്ത് ഇപ്പോൾ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണം പറയാം. ശേഷം മറ്റ് 2-3 ആയത്തുകളും കൂടി വായിക്കാം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞത് ഒരായത്താണ്. അലിഫ് ലാം മീം 3 അക്ഷരം. ഈ 3 അക്ഷരത്തിന് ഹുറൂഫ് മുഖത്താത്ത് എന്ന് പറയാം. ഹുറൂഫ് മുഖത്താത്ത് കൊണ്ട് തുടങ്ങുന്ന ആയത്ത്. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഹുറൂഫ് മുഖത്താത്ത് കൊണ്ടാണ്. ഈ നിലയിലുള്ള ഇത് നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 29 സൂറത്തുകൾ മൊത്തം ഇങ്ങനെയുണ്ട്. അലിഫ് ലാം മീം, അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം, അലിഫ് ലാം മീം റാ, കാഫ് യാ ഐൻ സ്വാദ്, സ്വാദ് ഖാഫ്, ഇങ്ങനെയുള്ള ഹുറൂഫ് മുഖത്താത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ, ആയത്തുകൾ 29 എണ്ണമാണ്. 29 സൂറത്തുകളിൽ ഇങ്ങനെ ഉണ്ട്. ഇത് ഖുർആനിന്റെ അമാനുഷികത വ്യക്തമാക്കുന്ന ആയത്തുകളാണ്. ഇതിന്റെ അർത്ഥം ആർക്കും ഗ്രാഹ്യമല്ല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇതിന്റെ അർത്ഥം റസൂല് പറഞ്ഞു തന്ന മീനിങ് ആണല്ലോ പറയാൻ പറ്റുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിന്റെ മീനിങ്, ശരിയായ വിധത്തിലുള്ള മീനിങ്. അധിക മുഫസ്സിറുകളും അല്ലാഹു അഅലം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് വേറെ ചില അഭിപ്രായങ്ങളൊക്കെ ഉള്ള തഫ്സീറുകളിൽ കാണാം. ചില അഭിപ്രായങ്ങൾ അത് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ്. അതിപ്പോ ഇവിടെ നമ്മൾ സമയത്തിന്റെ കുറവ് കാരണം അത് ഇവിടെ പറയുന്നില്ല. ഏതായാലും ഇതിന്റെ മീനിങ് ഇങ്ങനെയാണെന്ന് നമ്മൾക്കറിയില്ല എന്നുള്ള നിലയിൽ നമ്മൾ അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ഖുർആന്റെ ഏജാസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഇറങ്ങുമ്പോൾ മുഹമ്മദ് കെട്ടിക്കുട്ടിയുണ്ടാക്കിയതാണ് ഖുർആൻ, അല്ലാതെ ഇത് ദൈവികമൊന്നുമല്ല എന്ന്. അതിന് ഖുർആൻ അവരെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ ഖുർആനെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരികയെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിന് കഴിയില്ല. ഇല്ലം തഫ്അലൂ, നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ വലം തഫ്അലൂ, നിങ്ങൾക്കത് കഴിയില്ല എന്ന് ഖുർആൻ തന്നെ പറയാണ്. അവിടെ ഖുർആൻ അവര് ശക്തിയായ ഭാഷയിൽ അവരോട് പറയുന്നുണ്ട്. ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസ്. ഫത്തഖുന്നാർ, അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ ഖുർആനെ സംബന്ധിച്ച് അനാവശ്യങ്ങൾ പറയലും നിർത്തിയിട്ട് നിങ്ങൾ നീങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. അവ വെല്ലുവിളിക്കൽ മാത്രമല്ല, അവർക്ക് ഭീഷണി കൂടിയുണ്ട്. നിങ്ങൾ അതും ഇതും പറയാൻ നിൽക്കണ്ട, ഖുർആനെ സംബന്ധിച്ച് തോന്നിവാസം പറയാൻ നിൽക്കണ്ട, ഇത് ദൈവികമാണ്, ഇതല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരും എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് നിർത്തിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും ഇതിനെ സംബന്ധിച്ച് അവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഈ അലിഫ് ലാം മീം എന്നുള്ളതിന് ലോകത്ത് ആർക്കും ഇതിന്റെ മീനിങ് പറയാൻ കഴിയില്ല. അപ്പോ ഏജാസ് വളരെ പ്രകടമാകുന്ന
മനുഷ്യന്മാരുടെ കഴിവ്, അത് ഇതിനോട് എതിർക്കാനുള്ള കഴിവ്, അത് നിന്നു പോകുന്ന ഒരു വാക്യമാണ്, ആയത്താണ് അലിഫ് ലാം മീം എന്ന് പറഞ്ഞത്. ഒരാൾക്കും എതിർക്കാൻ കഴിയില്ല, അർത്ഥം പറയാനും കഴിയില്ല. രണ്ടാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, ദാലിക്കൽ കിതാബു, ദാലിക്ക അൽ കിതാബ്, ഈ കിതാബ്, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ സംശയത്തിന് യാതൊരു അവകാശമില്ല. സംശയിക്കേണ്ട ഒരു കാര്യമില്ല ഈ ഖുർആനിൽ. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല. പിന്നെ സംശയിക്കുന്നത്, അത് ആളുകൾ പലതും സംശയിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഖുർആനല്ല, ഇത് ദൈവീകമല്ല, പിന്നെ അതുകൊണ്ട് അങ്ങനെ എതിർക്കുന്നവരുണ്ട്. പക്ഷെ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്നത്. അത് എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോൾ ഒരായത്ത് പറഞ്ഞല്ലോ, പിന്നെ ഇൻകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ എന്നുള്ള ആയത്ത്. അങ്ങനെ ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഇന്നേ വരെ ഒരാൾക്കും അതിനനുസരിച്ച് പിന്നെ ഈ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് ഇതേ രീതിയിലുള്ള ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു സൂറത്തോ, ഏറ്റവും ചെറിയ സൂറത്ത് 3 ആയത്തുകളുള്ള സൂറത്താണ്, അങ്ങനെയുള്ള ഒരു സൂറത്തോ കൊണ്ടുവരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇത് സംശയിക്കേണ്ട ഒരു അവകാശമില്ല. പിന്നെ ആളുകള് പല യുക്തിവാദികളും പലതും പറയുന്നുണ്ട്. അങ്ങനെ യുക്തിവാദം ആദ്യമേ ഉണ്ട്. ഇതിന് യുക്തിവാദം അനുസരിച്ച് ആളുകൾ പറയുന്ന വാക്കുകളുണ്ട്. അത് നമ്മൾക്ക് വഴിയെ ഓരോ ആയത്തുകളും വിവരിക്കുമ്പോൾ അതിൻ്റെ സാന്ദർഭികമായ ഉദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് അത് അവിടെ പറയാം. ദാലിക്കൽ കിതാബു, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഇതിൽ സംശയത്തിന് യാതൊരു അവകാശവുമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദൻ, ഇത് ഹിദായത്ത് നൽകുന്നതാണ്, സന്മാർഗ വഴികാട്ടിയാണ്. ഇത് ഹുദ എന്ന് പറഞ്ഞാൽ ഹാദിയാണിത്, സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ്. ലിൽ മുത്തഖീന, സന്മാർഗം കാണിച്ചു കൊടുക്കുക. ഹിദായത്തിന് 2 മീനിങ് ഉണ്ട്. ഇറാഅത്തു തരീഖ് അൽ ഈസാലു ഇലൽ മത്ലൂബ്, 2 മീനിങ് ഉണ്ട് ഹിദായത്തിന്. ഇത് ഖുർആൻ നമ്മളിങ്ങനെ വായിക്കും തോറും ഇതിൽ കാണുന്ന ഹിദായത്തിന്റെ മീനിങ് 2 നിലയിലാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇറാഅത്തു തരീഖ് എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഒരാളെ ഹിദായത്താക്കുക, അള്ളാഹ് ഹിദായത്താക്കുക എന്ന് പറഞ്ഞാൽ അത് ഈസാലിൽ മത്ലൂബാണ്, ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്. വഴി കാണിച്ചു കൊടുക്കലോ പ്രവാചകന്മാരെ മുതൽക്ക് അവിടം മുതൽ അതിനുശേഷമുള്ള ദഅവ, പ്രബോധന കാര്യങ്ങളിൽ ഇടപെടുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഈ പിന്നെ സന്മാർഗം കാണിച്ചു കൊടുക്കല. അതിൻ്റെ ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലെത്തും എന്ന് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ഉദ്ദേശം ഇറാഅത്തു തരീഖാണ്, വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഹുദയാണ് ഈ ഖുർആൻ, ഹിദായത്ത് നൽകുന്നതാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അവിടെ വഴി കാണിച്ചു കൊടുക്കുന്നത്. ലിൽ മുത്തഖീന, ആർക്ക്? മുത്തഖീങ്ങൾക്ക്. മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവര്. എങ്ങനെ സൂക്ഷിക്കുക? അതിൽ കുറച്ച് വിശദീകരണമുള്ള ഈ ഖുർആൻ, ഹാദൽ കിതാബു, ഹാദൽ ഖുർആനുൽ മുനസ്സലു അലൈക യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഈ ഖുർആൻ, ഹുവൽ കിതാബുല്ലദീ ലാ യുദാനി കിതാബുൻ, ഒരു കിതാബും അതിനോട് കിടപിടിക്കുന്ന ഒരു കിതാബുമില്ല. ലാ ശക്ക ഫീഹി അന്നഹു മിൻ ഇൻദില്ലാ, അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്നുള്ളതിന് ഒരു സംശയത്തിനും അവകാശമില്ല. ഇത് മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നതാണ് എന്ന്. ആദിലിൽ മുഅ്മിനീനൽ മുത്തഖീന, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നതാണ്.
അപ്പൊ ഒന്നാമത്തെ ആയത്താണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. ഈ ഗ്രന്ഥം ലാ റൈബ ഫീഹി, അതിൽ സംശയത്തിന്റെ അവകാശമില്ല, ഹുദൻ, അത് ഹിദായത്ത് നൽകുന്നതാണ്, സന്മാർഗ വഴികാട്ടിയാണ്, ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക്. മുത്തഖി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ആളുകൾ എന്നാണ് അതിന്റെ മീനിങ്. തഖ്വ എന്ന് പറയുന്നത് എന്തിനാ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തനാബു നവാഹിഹി, അള്ളാഹുവിന്റെ ആജ്ഞകളെ എല്ലാം ശരിക്ക് അത് എടുക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുന്നവർക്കാണ്. തന്നെയല്ല വജ്തിനാബു നവാഹി, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വിട്ടൊഴിയുന്നവരും, അങ്ങനെയുള്ള ആളുകൾ, അതിനാണ് തഖ്വ എന്ന് പറയാം. ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ ആജ്ഞകൾ കൈകാര്യം ചെയ്യുകയും അതർഹിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ഇജ്തിനാബു നവാഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വയുള്ള ആളുകളാണ് മുത്തഖി എന്ന് പറയുന്നത്. അപ്പൊ ഹുദല്ലിൽ മുത്തഖീൻ, ഇത് ഹിദായത്ത് നൽകും ആർക്ക്? മുത്തഖീങ്ങൾക്ക്. മുത്തഖീങ്ങളാവുമ്പോൾ അവർക്ക് ഈ പ്രത്യേകത ഉണ്ടാവും. ഇത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കുകയും ഒഴിവായി നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ഒഴിവായി നിൽക്കുക. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പെട്ടെന്ന് പറയാനുള്ളത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ എല്ലാവർക്കും എല്ലായ്പ്പോഴും നിർബന്ധമാവുന്ന കാര്യങ്ങളല്ല. നമസ്കാരം ഒഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. നോമ്പ് എപ്പോഴും നിർബന്ധം ഇല്ല എല്ലാവർക്കും. റമദാൻ മാസത്തിൽ തന്നെ അതിന് കഴിയുന്ന നോമ്പിന് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടവരാണെങ്കിൽ മാത്രമേ നോമ്പെടുക്കേണ്ടതുള്ളൂ. അത് വിശദീകരണമുണ്ട്. പിന്നെ സക്കാത്താണെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അതിന്റെ കണക്കനുസരിച്ച് സക്കാത്തിന്റെ പൈസ, കണക്കനുസരിച്ചുള്ള സ്വത്ത് അവർക്കുണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഹജ്ജാണെങ്കിലും അങ്ങനെ തന്നെ. ഹജ്ജ് മക്കയിൽ പോയി കഅബത്തിലും അതിനോടനുബന്ധിച്ച മസ്ജിദുൽ ഹറാമും ഇതൊക്കെ കൂടി ചേർന്ന ആ സ്ഥലങ്ങളിലാണ് ചെയ്യേണ്ട അമലാണ്. മക്കയിൽ പോവാതെ ആ അമൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള സൗകര്യം വേണം, ആരോഗ്യം വേണം, അതിനുള്ള സമ്പത്ത്, പൈസ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉള്ള ആളുകൾക്ക് അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവർക്ക് സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവർക്ക് ഹജ്ജും ചെയ്യണം. പിന്നെ നോമ്പെടുക്കാൻ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ആളുകളാണെങ്കിൽ അവരും നോമ്പെടുക്കണം. ഇതല്ലാത്ത പിന്നെ നമസ്കാരമാണ്. നമസ്കാരം ഒരു നിലക്കും ഒഴിവാവില്ല. നിൽക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം, ഇരിക്കാൻ കഴിവില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം. ഇങ്ങനെ നിസ്കാരം ഒഴിവാവാത്ത പല രംഗങ്ങളുണ്ട്. കിടന്നിട്ട് നിസ്കരിക്കാനും കഴിവില്ലെങ്കിൽ ഇഷാറത്ത്, കണ്ണുകൊണ്ട് ഇഷാറത്താക്കില്ല. അതിനും കഴിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ കൽബില് അതിന്റെ ഫർദുകളെ സംബന്ധിച്ചോ അതൊക്കെ കൽബില് ഫർദുകൾ തസവൂറാക്കിയിട്ട് അങ്ങനെയൊക്കെ നിസ്കരിക്കാൻ. ഏതായാലും ആ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ നിസ്കാരം ഒരു നിലക്കും ഒഴിവാവില്ല. ബാക്കിയുള്ള ഇസ്ലാം കാര്യങ്ങൾ, ഹജ്ജ്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കഴിവുണ്ടെങ്കിലൊക്കെ ചെയ്യേണ്ടതുള്ളൂ. നിസ്കാരം ഒരു നിലക്കും ഒഴിവാവില്ല. നിസ്കാരം ചെയ്യേണ്ട വിധങ്ങളിൽ വിട്ടുവീഴ്ച അള്ളാഹു തന്നെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, റുഖ്സകൾ. ആ റുഖ്സ അനുസരിച്ചാണ് നിൽക്കാൻ പറ്റാത്തവർക്ക് ഇരിക്കാം, ഇരിക്കാൻ പറ്റാത്തവർക്ക് കിടക്കാം. അങ്ങനെ വിശദമായി ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുന്നവരാണ് മുത്തഖി എന്ന് പറയുന്നത്. ആ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. ഇനി മുത്തഖീങ്ങൾക്ക് കുറച്ച് വിശേഷണം കൂടി പറയുന്നുണ്ട് അടുത്ത ആയത്തിൽ. അപ്പൊ അതെല്ലാം കൂടി മുഴുവനും ആ വിശേഷണങ്ങളെല്ലാം ഉള്ള മുത്തഖീങ്ങൾക്കാണ് ഇത് വഴികാട്ടിയാവുക. അപ്പൊ മുത്തഖി അല്ലെങ്കിൽ ഖുർആൻ വഴികാട്ടിയാവില്ല. മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് ഖുർആനിൽ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ ഖുർആനെ വിശ്വസിക്കുകയും ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കുകയും ചെയ്യൽ ആരാണ്? മുത്തഖീങ്ങളാണ്. അവരുടെ വളരെയധികം
ഖുർആനെ പറ്റി നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവര് എന്താ കാരണം? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗ വഴികാട്ടിയാവുള്ളൂ എന്നാണ്. മുത്തഖി അല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയെല്ലാം പറയാൻ തോന്നുന്നത്. എന്തൊക്കെ പറയുന്ന ആളുകളുണ്ട് ഖുർആനെ സംബന്ധിച്ച്. ഖുർആൻ പിന്നെ മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണെന്ന് അറബികൾ പറഞ്ഞതുപോലെ അതിലും കടുത്ത ഭാഷയിൽ ഇതിനെ നിഷേധിക്കുന്ന എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതെന്താണ് കാരണം? അവർ മുത്തഖിയല്ലാത്തത് കൊണ്ട്. പിന്നെ ഇത് മുസ്ലിങ്ങളുടെ കാര്യമാണ്. മുത്തഖിയാണോ അല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് മോമിനിങ്ങളെ മുസ്ലിമായ ആളുകൾ, ഇസ്ലാമിലുള്ള ആളുകൾക്കാണല്ലോ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളോ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർക്കോ ഇത് ബാധകമല്ല. ഇത് ഖുർആൻ വഴികാട്ടി ആവില്ല. പക്ഷെ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് ചിലര് ഹിദായത്തായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഖുർആന്റെ പ്രത്യേകതയാണത്. ഖുർആനോട് എതിർക്കലല്ല അത്. ഖുർആൻ അവർ ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ട് പലരും ഈ ഖുർആനിലേക്ക് ഹിദായത്തിൽ വന്നിട്ട് ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ മാനസികമായിട്ട് അവർ ഇതിനോട് എതിർക്കുന്ന ആളുകളല്ല. എതിർക്കുന്ന ആളുകൾക്ക് ഇത് ഒരു നിലക്കും വഴികാട്ടിയാവില്ല. അപ്പൊ രണ്ടാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ആയത്ത് الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ മുത്തഖി യൂമിനൂന ബിൽ ഗൈബി, അവര് ഗൈബ് കൊണ്ട് വിശ്വസിക്കും. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കും. അദൃശ്യമായ കാര്യങ്ങൾ പലതുമുണ്ട്. പിന്നെ സ്വർഗം, നരകം, സിറാത്ത്, ഹിസാബ്, വിചാരണ, ഖബറിലെ കാര്യങ്ങൾ, അതൊക്കെ ഗൈബാണ്. എത്ര ആളുകൾ ഇന്ന് വരെ മരിച്ചു പോയിട്ടുണ്ട്. ആരെങ്കിലും മടങ്ങി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇന്നതാണ് അവിടുത്തെ ഹാല്, ഖബറിലെ ഹാല് ഇന്നതാണ്? അല്ലെങ്കിൽ മഹ്ശറ പിന്നെ ആയിട്ടില്ല, ആഖിറം ആയിട്ടില്ല. അത് ഖിയാമത്ത് നാൾ മുതൽക്കാണ് അത് ഉണ്ടാവുക. ആഖിറത്തെ പറ്റി അറിയാനും ഉറപ്പാക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ അത് അനുഭവിക്കാനും കഴിയുക ഖിയാമത്ത് നാൾ മുതൽക്ക്. അപ്പോൾ ഖബറിലെ ജീവിതം അനുഭവിക്കാൻ കഴിയുന്നത് ഓരോരുത്തരുടെ ഖിയാമത്ത് നാൾ അവരുടെ അതിലെത്തുമ്പോഴാണ്. ഓരോ വ്യക്തിയുടെയും ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നത് അവരുടെ അജല്, അവരുടെ ആയുസ് ഒതുങ്ങിക്കഴിഞ്ഞാൽ അവൻ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ അവസാനമായി. ലോകത്തിന്റെ അവസാനം എന്നാണോ സംഭവിക്കുന്നതെങ്കിൽ അന്നാണ് മൊത്തത്തിൽ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നത്. ആ ഖിയാമത്ത് നാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും പിന്നെ ആഖിറത്തെ പറ്റി മനസ്സിലാക്കാനുള്ള ഇത് വന്നു. അങ്ങനെ ആഖിറത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അദൃശ്യമായ കാര്യങ്ങളാണ്. നമുക്കൊന്നും അനുഭവമില്ല. അനുഭവിച്ചറിയുമ്പോഴാണ്, ഏതെങ്കിലും ഒരു നിലക്ക് അതിനെപ്പറ്റി അറിയുമ്പോഴാണ് അത് ഗൈബല്ലാതെ വരിക. ഇപ്പോൾ അതെല്ലാം നമുക്ക് ഗൈബാണ്. അങ്ങനെ ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു ആണ്. ഏറ്റവും ഗൈബിയായ കാര്യം, വലിയ കാര്യം ഗൈബ് അള്ളാഹുവാണ്. അള്ളാഹുവിനെ നമ്മൾ ആരും കാണുന്നില്ല. കാണാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തി പണ്ട് കാലത്ത്. ആ മൂസ നബിയുടെ ആളുകൾ പറഞ്ഞില്ലേ, മൂസ നബി എന്നെ പറഞ്ഞില്ലേ, റബ്ബി അരിനി, എന്നെ ഒന്ന് കാണിച്ചു തരണം. മൂസ നബിയായിട്ട് അള്ളാഹു ദീർഘനേരം സംസാരിച്ചപ്പോൾ മൂസ നബിക്കൊരു ആഗ്രഹം വന്നു, ഒന്ന് പഠിച്ചവനെ എനിക്കൊന്ന് കാണിച്ചു തരണം നിന്നെ എന്ന് പറഞ്ഞപ്പോ കാണിച്ചു കൊടുത്തില്ല. നിനക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെ അള്ളാഹു തീർത്ത് പറഞ്ഞു. അപ്പൊ അത് വിശദമായിട്ട് നമ്മൾ ആ സൂറത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹു ആണ് ഏറ്റവും വലിയ ഗൈബ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കാണാൻ ആർക്കും കഴിയില്ല. കാണുന്ന ഒരു രംഗമുണ്ട്, ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണും.
അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ സ്വർഗീയ ന്യാമത്തുകൾ അള്ളാഹു നിശ്ചയിച്ച് അവിടെ തയ്യാറാക്കി വെച്ച ന്യാമത്തുകൾ മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്കുള്ള ആ ന്യാമത്തുകൾ എന്തെല്ലാമാണ് അത് ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചെറിയ ചെറിയ സൂചനകൾ മാത്രം നമുക്ക് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് എന്നല്ലാതെ വിശദ വിവരം നമുക്ക് അവിടുത്തെ ന്യാമത്തിനെ പറ്റി ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ആ അതും ഗൈബാണ്. പക്ഷെ അങ്ങനെയുള്ള ആ ന്യാമത്തുകളെക്കാൾ ഒക്കെ ഏറ്റവും വലുതാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ന്യാമത്ത്. ആ അള്ളാഹുവിന്റെ കാണുന്നതിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയില്ല മുഅ്മിനീങ്ങൾക്ക്. അത്രയും വലിയ ന്യാമത്താണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അത് ആഖിറത്തിൽ വെച്ച് സംഭവിക്കും. ഇൻഷാ അല്ലാഹ് അതിന് നമ്മൾ കാണുന്ന വിധത്തിൽ അള്ളാഹുവിനെ നമുക്ക് കാണാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. ഏറ്റവും വലിയ ന്യാമത്താണത്. അപ്പോ ഗൈബ് കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അള്ളാഹുവിനെ ഇപ്പോൾ കണ്ടിട്ടില്ല. അത് ഗൈബ് കൊണ്ടുള്ള വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം. മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല, മലക്കുകളിലുള്ള വിശ്വാസം ഗൈബാണ്. പിന്നെ ആഖിറത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം ഗൈബാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മേറാജില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് കണ്ട കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഗൈബായിട്ട് നിലകൊള്ളുന്നത് നമുക്ക് ഗൈബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്ന അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ അത് ഗൈബല്ല. ഏതെങ്കിലും ഒരു നിലക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് ഗൈബല്ലല്ലോ. അങ്ങനെ ഗൈബിയായ കാര്യങ്ങൾ അത് ശരിക്കും വിശ്വസിക്കണം. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഹിസാബ് അവിടെ നടക്കും, വിചാരണ അല്ലാഹു ആഖിറത്തിൽ നമ്മൾക്ക് വിചാരണയുണ്ടാവും, അതനുസരിച്ച് പ്രതിഫലം തരും. സഈദിന് വിജയിച്ച ആൾക്ക് അള്ളാഹു സ്വർഗം പ്രതിഫലം നൽകും, പരാജിതനാണെങ്കിൽ അവിടെ നരകവും കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. അത് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ മുത്തഖീങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ യുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുകയും ചെയ്യും. നമസ്കരിച്ചാൽ പോരാ, നമസ്കാരം കൃത്യമായി സമയത്ത് ഖുശൂഅോട് കൂടി അതിൻ്റെ റുക്കിനുകള് ഫറലുകള് ചെറുത്ത് ഇതെല്ലാം കൃത്യമായി നമ്മൾ പ്രായോഗികമാക്കിയിട്ട് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയും. ഇത് ഖുശൂഉം ഖുളൂഉം വേണം. നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവിടേക്ക് ആവണം. ഖുശൂഉം ഇല്ലാത്ത നമസ്കാരത്തെ പറ്റിയാണ് മാഊൻ സൂറത്തിൽ എന്ന സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. വൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ച് പിന്നെ ഖുശൂഉം ഖുളൂഉം ഇല്ലാതെ സമയത്ത് നമസ്കരിക്കാതെ തോന്നുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയം കൃത്യനിഷ്ഠയില്ലാതെ അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം മുഴുവനും എന്ന് ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതല്ലാത്ത നിലയിൽ വളരെ കൃത്യമായിട്ട് നമസ്കരിക്കുകയും സമയത്ത് നിസ്കരിക്കുകയും സമയത്തെ വല്ലാതെ പിന്നെ സമയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച സമയങ്ങളുണ്ട് 5 വക്ത് നിസ്കാരത്തിന്. ഈ സമയത്ത് തന്നെ കൃത്യമായി നിർവഹിക്കുക നിസ്കാരം. അങ്ങനെയുള്ളവർ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത, നമസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്നവരും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്. അപ്പൊ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. റസഖ്ന, റസഖ നൽകി, റസഖ്ന, റസഖന, റസഖ്ന, റസഖ്തു, റസഖ്ന ഞാൻ നൽകി. റസഖ്തു എന്ന് പറഞ്ഞാൽ ഞാൻ നൽകി, റസഖ്ന നമ്മൾ നൽകി. അള്ളാഹു നൽകുന്നതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ അവന് നൽകി, അവർക്ക് നൽകിയതിൽ നിന്ന്
നൽകിയ സമ്പത്തിൽ നിന്ന് യൂൻഫിഖൂന അവർ ചെലവഴിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അത് സാധു സംരക്ഷണത്തിനാണെങ്കിൽ അങ്ങനെ, ഇസ്ലാമിക പ്രബോധനത്തിനാണെങ്കിൽ അങ്ങനെ, എൽമിന്റെ വർധനവിന്, പിന്നെ വ്യാപിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ സംബന്ധിച്ചുള്ള അറിവും ശരീഅത്തിനെ സംബന്ധിച്ചുള്ള അറിവും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവും വർദ്ധിപ്പിക്കാൻ വേണ്ടി വരുന്ന ചെലവുകളൊക്കെ നിർവഹിക്കുന്ന മുത്തഖീങ്ങൾ, അതൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മിമ്മാറജഫനാവും, സാധുക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇങ്ങനെ മതകാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെലവഴിക്കുന്ന ആളുകൾ, ആ ചെലവഴിക്കുന്ന അവർക്കുള്ള ധനം ചെലവഴിക്കുകയും ചെയ്യും. അപ്പോൾ ഗൈബിയായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ധനം, അള്ളാഹു നൽകിയ ധനം അവന്റെ മാർഗത്തിലായിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നവര്. അപ്പൊ 3 ആയത്തായി. 3 ആയത്ത്. ഇത് ടൈം 31 മിനിറ്റായി. ഇത് ഇവിടെ നിർത്താണ്. അടുത്ത 3 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതിന് അള്ളാഹു നിങ്ങൾക്കും എനിക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാമത്തെ ആയത്ത് മുതൽക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.